ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കോയിൻ പസിലാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 1 രൂപ കോയിനും 2 10 രൂപ കോയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുമാതിരി തന്നെ 2 രൂപ കോയിനും 5 രൂപ കോയിനും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അത് ചെയ്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ 1 പിന്നെ 10 പിന്നെ വീണ്ടും 1 പിന്നെ വീണ്ടും 10 പിന്നെ 1. അത് കഴിഞ്ഞ് നമുക്ക് ഇത് എങ്ങനെയാക്കി മാറ്റുന്നതിനെയോ 1ൻ്റെ കോയിൻസ് എല്ലാം ഒരു സൈഡിലും 10ൻ്റെ കോയിൻസ് ഒരു സൈഡിലുമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വെറുതെ അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ ആൾട്ടർനേറ്റീവ് ആയിട്ടതിന് ശേഷം നമുക്ക് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയിലുള്ള 2 എണ്ണം ഒരുമിച്ച് എടുക്കാൻ സാധിക്കില്ല. മീൻസ് ഓക്കെ, മനസ്സിലായല്ലോ. സിംഗിൾ ഐറ്റം നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ റൂളിൽ ഓൾറെഡി പറ്റുന്നത് 2 കോയിൻസ് അടുപ്പിച്ചുള്ളത് എടുത്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ മൂവ് ചെയ്യാം, അങ്ങനെ 2 എണ്ണം എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് 2ാമത്തെ റൂള്. 3ാമത്തെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആൻസറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്യാപ്പ് വരാൻ പാടില്ല. ഇതാണ് മെയിൻ റൂൾസ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്വയമായിട്ട് ട്രൈ ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യത്തിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 2 കോയിൻസ് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ വയ്ക്കുകയാണ്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള ഫസ്റ്റ് 2 കോയിൻസ് ഏറ്റവും ലാസ്റ്റിലേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കോയിൻ വിട്ടിട്ട് ബാക്കി വരുന്ന 2 3 കോയിൻസ് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പം 3 സ്റ്റെപ്പ് കഴിഞ്ഞു. 4ാമത്തെ സ്റ്റെപ്പ് ബാക്കിൽ നിന്ന് ഒരു കോയിൻ വിട്ടിട്ട് 3 4 കോയിൻസ് എടുത്തിട്ട് ഫസ്റ്റത്തേൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യാണ്. ഓക്കെ, ഇപ്പം 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 2 കോയിൻസ് എടുത്തിട്ട് ലാസ്റ്റിന് മുന്നത്തെ ഉള്ള ഗ്യാപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്യാപ്പ് ഒന്നുമില്ല. ലൈനിൻ്റെ ഫസ്റ്റത്തെ 3 കോയിൻസും പിന്നെ 2 കോയിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വയമായിട്ട് ട്രൈ ചെയ്ത് അതിനുശേഷം ഇത് സോൾവ് ചെയ്യുന്നത് കാണാം. താങ്ക് യു.